കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വീഡിയോ പിടിക്കുന്ന സഹോദരന്മാർ മറ്റിതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. പാടി ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിപ്പാനും എല്ലാം ദൈവം നമുക്ക് കൃപ നൽകി. കർത്താവിൻ്റെ ദാസന്മാർ ഇരുവരി കൂടി ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല സന്ദേശങ്ങളും കർത്താവ് നമുക്ക് നൽകി. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ശുഭപാസ്റ്റർ ഞാനും പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്നോടിങ്ങനെ പറയും, അച്ചായൻ വിഷയം ഒന്നും തീർക്കത്തില്ലെന്ന് പറയും. ഒരു വിഷയം എടുത്താൽ അത് തീർക്കുകയല്ല, അത് ശരിയാ. അപ്പം എനിക്ക് വേറെ പുസ്തകത്തിൻ്റെ ധ്യാനിക്കുമ്പം ധാരാളം വിഷയങ്ങൾ വേറെ പുസ്തകത്തിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് വരെ അത് പൂർത്തീകരിക്കാൻ പലതും ഒത്തിട്ടില്ല. അപ്പോൾ കുറച്ചേറെ മണിക്കൂറുകൾ ദൈവവചനം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പരിചിതമായ, വളരെ പരിചിതമായ ഒരു വാക്യം വായിച്ച് സഹായിക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. അടുത്തത് ദോഷത്തിന് ദോഷവും ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനത്തിന് ധ്യാനിക്കുവാൻ ആശിക്കുന്നു. എളിയവന് ശക്തി നൽകണം, ജനത്തെ അനുഗ്രഹിക്കണം. പുത്രനെ ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. മുഖവാരിധി തന്നിൽ കേവലം വലയുന്ന മുഖവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷ നൗകയാം പരമേശ ഭാഗിമാം ദേവാ ദേവാ പാവനരൂപ ഭാഗിമാം ദേവ ദേവാ നിധിയൻ കലത്തിന്മേൽ ഓങ്ങിയ കരവാളം ശരണം നീ പാഹിമാം ദേവ ദേവാ പാവനരൂപ പാഹിമാം ദേവ ദേവാ ഈർണമാം വചനത്താൽ ചാതിതനായൊരെന്നെ ഈർണമാം വചനത്താൽ ചാതിതനായൊരെന്നെ പൂർണ്ണ ശുഭ്രമാവങ്കി പൂർണ്ണം ധാരിപ്പിച്ചോനെ പാഹിമാം ദേവ ദേവാ പാവനരൂപ പാഹിമാം ദേവ ദേവാ ധർമ്മരംഗണം ജൈവാൻ ഉർവിയിലവതാര ധർമ്മരക്ഷണം ജൈവാൻ ഉർവിയിലവതാര ധർമ്മമേന്തിയ സർവശർമ്മദ നമസ്കാരം
ഭാഗിമാം ദേവാ ദേവാ പാവനരൂപ ഭാഗിമാം ദേവാ ദേവാ പാവനരൂപ ഭാഗിമാം ദേവാ ദേവാ പാവനരൂപ ഭാഗിമാം ദേവാ ദേവാ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചത്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കണം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുത്. ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്. ഈ പകരം ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ കാരണം നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ കുരുക്കിനകത്തെല്ലാം ചെന്ന് കയറരുത്. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കാൻ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് പകരം ചെയ്യാനൊന്നും നമുക്ക് പ്രമാണമില്ല. ഒക്കെ പുള്ളിയുടെ കയ്യിലോട്ട് കൊടുത്തോണം. സ്തോത്രം. ഇതിനോട് ചേർന്ന് വേറൊരു വാക്യം കൂടെ വായിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ചു. അത് പ്രസംഗിക്കുന്നില്ല, വായിച്ചങ്ങ് വിടുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. അതാ. പിന്നെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായിരിക്കണം. പിന്നെ വലിപ്പം ഭാവിക്കാതെ വലിപ്പമൊന്നും ഭാവിക്കരുത്. എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. എളിയവരോട് ചേർന്ന് കൊള്ളണം. പിന്നെ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും സമാധാനമായി കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായിരിക്കും. സ്തോത്രം. എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അനിയത്തയുടെ വീട്ടിൽ ചെന്നു അയലത്തുകാരുമായിട്ട് വഴക്കുണ്ടാക്കും. ഇനിയിപ്പോൾ അനിയത്തയുടെ വീട്ടിലോട്ട് ഓണാവധിക്ക് പിള്ളേരുമായിട്ട് ചെന്നടാ. അനിയത്തിയുടെ വീട്ടിൽ ചെന്ന പുള്ളിക്കാരി അനിയത്തിയുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ, അപ്പുറത്തുകാരുമായിട്ട് ഉടക്കുണ്ടാക്കണോ? അത് കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ പെങ്ങളെ കെട്ടിച്ച വീട്ടിൽ ചെന്നു, അവിടുത്തെ തള്ളയായിട്ട് ഉടക്കുണ്ടാക്കി. ആ തള്ള കണ്ണ് പൊട്ടുന്ന ഡാഷ്. ഇനിയിപ്പോൾ അങ്ങോട്ടും മനസ്സിലാകാഴിയാണോ അതോ ബസ്സേ കയറി കണ്ടക്ടറുമായിട്ട് ഉടക്ക് അല്ലേ? ജോലിക്ക് നിൽക്കുന്ന സർവൻ്റ് ഉണ്ട്, അതുമായിട്ട് എവിടെ ചെന്നാലും ഒരാളോട് നമ്മളൊന്ന് അഭിപ്രായ വ്യത്യാസം വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റവരുടെ ഭാഗത്ത് നമ്മൾ ചെല്ലുന്നിടത്ത് മുഴുവൻ ആൾക്കാരുമായിട്ട് ഉടക്കുണ്ടാക്കിയാൽ അവരല്ല പ്രശ്നക്കാർ, പിന്നെ ആരാ? നമ്മളാ പ്രശ്നക്കാർ. പിന്നെ ആരും മിണ്ടുന്നില്ല. കഴിയുമെങ്കിൽ വായിക്കേ. നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത്. ദൈവത്തിന് കോപമല്ല, ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രതികാരം നമുക്കുള്ളതല്ല, അതൊക്കെ ദൈവത്തിന്റെ കരങ്ങളില്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കർത്താവാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക. ഏറ്റവും നല്ല മാതൃക യേശു ക്രിസ്തുവാണ്. അദ്ദേഹം അവർ രണ്ടുപേരും ആ ഭാഗം സൂചിപ്പിച്ചു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല യേശു. എന്തെല്ലാം യേശുവിനെ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക. യേശു തിരിച്ചെന്നും പറഞ്ഞു, വേശ്യാപുത്രനാണെന്ന് പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു, നീ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാ ഇതെല്ലാം
നടത്തുന്ന പറഞ്ഞു. പിന്നെ കൊച്ചാക്കാൻ പറഞ്ഞ് തച്ചൻ്റെ മോനല്ലയോ അല്ലയോ ചോദിച്ചു അല്ലേ. പിന്നെ നോക്കുന്നെല്ലാം അവർ കുറ്റമാണ്. നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ, ഇപ്പം നമ്മൾ ഭക്ഷണം ഇല്ലെങ്കിലും ചുമ്മാ ഇരുന്ന് കൈ കഴുകുക, എപ്പോഴും അങ്ങ് കുറ്റം കണ്ടുപിടിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ ഒത്തിരി ശകാരിച്ചു. തന്നെ ശകാരിച്ചിട്ട് ക്രിസ്തു ആരെയും പകരം ശകാരിച്ചു. സ്തോത്രം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, അടുത്തത് കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. അതാ ക്രിസ്തു ചെയ്തത്. ഞാൻ എൻ്റെ വിഷയം അതല്ലല്ലോ. കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. കഷ്ടപ്പെടുത്തിയ ആരെയും യേശു ഭീഷണിപ്പെടുത്തിയില്ല. ഒത്തിരി പേര് യേശുക്രിസ്തുവിനെ കഷ്ടപ്പെടുത്തിയില്ലേ? ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു, മുൾക്കിരീടം തലയിൽ കൊണ്ട് അടിച്ചിറക്കുന്നു, മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കുന്നു, ഇരുമ്പ് ചവണ കൊണ്ടുവന്ന് പിഴുതെടുക്കുന്നു. ഓരോന്നും പറിക്കുമ്പം അവിടെ ചോര പൊടിയുകയും നീര് വെച്ച് വീർത്ത് വികൃതമായി നല്ല നീളമുള്ള മുള്ള അടിച്ചിറക്കിയത്, മുതുക് ഉടവുചാല പോലെ നീളത്തിൽ കീറിയെന്ന്. ഇതെല്ലാം സഹിക്കാം, ആക്ഷേപമാ സഹിക്കാൻ പറ്റാത്ത. നമ്മളെ ഒരാൾ തല്ലിയാ നമുക്ക് അന്നേരത്തെ വേദനയുള്ളൂ. ആക്ഷേപിച്ചാലോ? ആക്ഷേപം സഹിക്കാനൊക്കത്തില്ല. അപ്പൊ തന്നെ കഷ്ടപ്പെടുത്തിയ ആരെയും യേശു ഭീഷണിപ്പെടുത്തിയില്ല. രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ചാട്ടവാറ് കൊണ്ട് അടിച്ച് ചാട്ട പറിക്കുമ്പോൾ മാംസം ഇറുന്നു പോരുക. അടിച്ച ആരെയും യേശു ഭീഷണിപ്പെടുത്തിയില്ല. ഒരു പടയാളിയെയും യേശു ഭീഷണിപ്പെടുത്തിയില്ല. നമ്മളാന്നെ കുനിഞ്ഞു നിന്ന് അടി കിട്ടുമ്പം അന്നേരം ഒന്നും പറയും, നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ 3 ഉയർത്തോട്ടെ, നിനക്ക് ഞാൻ ഉയർക്കാൻ വന്നോണ്ട് ഇപ്പം ഞാനൊന്നും ഇടയ്ക്ക് കയറി ഞാൻ അവിടെ കൊണ്ടാക്കുന്നില്ല, ഞാൻ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തു വരാമെന്ന് തന്നെ ഞാൻ ഭീഷണിപ്പെടും. നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഒരു വിശേഷത ഞാൻ ഇന്നാളും പറഞ്ഞതാ, ഒന്നുകൂടെ അങ്ങ് ഓർപ്പിക്കാം. ആ വാളും വടിയും തീവട്ടിയും പന്തങ്ങളുമായിട്ടല്ലേ കയറി വന്ന് പിടിക്കാൻ. കള്ളനെ കൊള്ളക്കാരനെ പിടിക്കാൻ വരുന്നത് പോലെ വന്നെ. അങ്ങനെ വന്നപ്പോഴും ആ മഹാപുരോഹിതന്റെ ദാസൻ കയറി വന്നപ്പം ശിഷ്യന്മാരിലൊരുത്തൻ വെട്ടിക്കാത് താഴെ. അപ്പം പിടിക്കാൻ വന്ന ശത്രുവിൻ്റെ കാതറത്ത് താഴെ കിടക്കുക. ശത്രു വേദന കൊണ്ട് പോടല്ല. അന്നേരം യേശു നിന്റെ പെടലി വെട്ടണമെന്നാ ഞാൻ ചിന്തിച്ചത്, കാതേലും പോയല്ലോ എന്നല്ല പറഞ്ഞത്. എനിക്കോ വെട്ടാനൊക്കുന്നില്ല, മീറ്ററെങ്കിലും വെട്ടിയല്ലോ, അങ്ങനല്ല പറഞ്ഞു. അന്നേരം ആ കാതെടുത്ത് ഫിറ്റ് ചെയ്തു. അവൻ്റെ വേദന അന്നേരം തീർന്നു. ശത്രുവിന്റെ വേദനയ്ക്കും പരിഹാരം വരുത്തിയവനാ ക്രിസ്തു. നമ്മളായിരുന്നേ പറയണേ എന്നോട് ചെയ്തതിൻ്റെ അവൻ വേദനയ്ക്കട്ടെ, ഇനി അവന് തുടങ്ങിയിട്ടേ ഉള്ളു, തുടങ്ങിയിട്ടേ ഉള്ളു വടിവെട്ടാൻ. ഇതൊന്നും അല്ല, വെച്ചിട്ടുണ്ട് ഇനി. യേശു അങ്ങനെ പറഞ്ഞു. അതാ ദിവ്യ സ്വഭാവം. കർത്താവിൻ്റെ ശ്രേഷ്ഠത ഉപദ്രവിച്ച് അടിച്ച് പീഡിപ്പിച്ച് ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. ആരെയും ഭീഷണിപ്പെടുത്തി. 70,000 ദൂതന്മാരെ ഞാൻ ഇപ്പോൾ എൻ്റെ പിതാവിനോട് അന്ന് അപേക്ഷിച്ചാൽ മതി, 70,000 ദൂതന്മാർ വരും. ഒരു ദൂതന്റെ കരുത്ത ഒറ്റയടിക്ക് 1,85,000. വിശ്വാസം ഇല്ലല്ലയോ? ചുമ്മാ നടക്കുന്നേ ഉള്ളൂ. ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ചെന്ന് ഒരൊറ്റ അടി കൊടുത്തപ്പോൾ 1,85,000 പേര് തീർന്നു. ഒരു ദൂതൻ. അങ്ങനത്തെ 70,000 ദൂതന്മാർ. ഞാനിപ്പോൾ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ അങ്ങനത്തെ ദൂത സൈന്യം ഇവിടെ വരും. പക്ഷേ അതല്ല എൻ്റെ ശുശ്രൂഷ. യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത അടിച്ച് ഉപദ്രവിച്ച് ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. അത് മാത്രമാണോ?
നമ്മുടെ കർത്താവ് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയും പോലെ തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച് ഞാനിങ്ങനെ പറഞ്ഞത്, തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ച് തിരുവെഴുത്തുകൾ പറഞ്ഞതുപോലെ ജീവിച്ച് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അടക്കി, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവൻ മൂന്നിൻ്റെ ഉയർത്തു, ഇന്നും ജീവിക്കുന്നു. ഈ ഉയർത്തിട്ട് പോലും തന്നെ ഉപദ്രവിച്ച് ആരുടെ അടുക്ക ചെന്നില്ല അല്ലേ? ആദ്യം ആർക്കാ പ്രത്യക്ഷപ്പെട്ടെ? ആദ്യം മറിയത്തിന്, മഗ്ദലക്കാരത്തി മറിയം, പിന്നെ കേഫാവ്, പിന്നെ 12 പേര്, പിന്നെ 11 പേര്, പിന്നെ മുറി അടച്ചിട്ടപ്പം, പിന്നെ തോമാസ് ഉള്ളപ്പം, പിന്നെ അവര് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ, പിന്നെ ശേഷം പേർക്ക്, പിന്നെ 500-ലധികം പേർക്ക്. പൗലോസ് ഇടയ്ക്ക് ഒരു പ്രയോഗം പറഞ്ഞു, ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. മേരിയനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി, മേരിയനുയായികൾക്കും പ്രത്യക്ഷമായി പ്രിയ ദിനമോദി, ഉയർത്തെഴുന്നേറ്റൊരു വാർത്തമൽ സോദര വൃന്ദത്തോടറിയിക്കുവി, സ്വർലോകരാജൻ 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 സ്വർലോകരാജൻ. വാഴൂര് ഒരമ്മ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും അമ്മേനെ വാതിലമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. വാതിലമ്മ. 2 കാരണമാണ്. ഒന്ന്, ആ വാതിലിൽ ഇരിക്കുള്ളൂ. 2, എപ്പോൾ സാക്ഷിക്ക് എഴുന്നേറ്റാൽ ഈ വരി പാടിയേ എഴുന്നേക്കുള്ളൂ. വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ചുവന്നാജ്ഞ നൽകി, വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ചുവന്നാജ്ഞ നൽകി, അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മറിയത്തിന്, മഗ്ദലക്കാരത്തി മറിയം, പിന്നെ കേഫാവിന്, 12 പേർക്ക്, 11 പേർക്ക്, അങ്ങനെ അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ച് ആരുടെ അടുക്കൽ യേശു ചെന്നില്ല. അതന്നെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് അടിച്ച് തുപ്പി കന്നത്തടിച്ച് ആ കാർക്കിച്ച് തുപ്പി രോമം പിഴുതെടുത്ത് ചാട്ടമാറ് കൊണ്ടടിച്ച് ആരുടെ മുന്നിൽ ചെല്ലാഞ്ഞെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെന്നാൽ അവര് പേടിക്കും. അവൻ അടിച്ചേച്ച് ചാട്ടയെല്ലാം ഒന്നുകൂടെ കെട്ടി എരിയാക്കുമ്പോൾ ആ പുള്ളി ഉയർത്തോടെ ചെന്നവൻ്റെ മുന്നിൽ നിൽക്കും. അവൻ ചാട്ടയിട്ട അയ്യോ ഒന്നും മിക്കവാറും അറ്റാക്ക് വരാൻ സാധ്യത. അയ്യോ ഞാൻ 4-ാം നാൾ ഇയാളെ ആണെന്നില്ല തല്ലി അല്ലേ, പേടിക്കുക. അങ്ങനെ പോലും ചെന്ന് യേശു പേടിപ്പിച്ചില്ല, ഭീഷണിപ്പെടുത്തിയില്ലെന്ന്. അതാ ദിവ്യ സ്വഭാവം. സ്തോത്രം സ്തോത്രം. ആട്ടെ, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്, നമുക്കെതിരെ ആക്ഷേപം പറയുന്നവർ കാണും, നമ്മളെ അപമാനിക്കുന്നവർ കാണും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സഹോദരന്മാരോട് അതിന് മറുപടിക്കൊന്നും പോകരുത്. നമ്മൾ ഇതെല്ലാം ചെയ്താൽ ചിലപ്പോൾ ഒക്കുകയല്ല. പുള്ളി ആകുമ്പോൾ എൻ്റെ പരുവത്തിന് പിന്നെ ഉണ്ടാതങ്ങിരുന്നാണ്. ഈ ചില വിഷയത്തിൽ മൗനമായിട്ടിരുന്നോണം. എന്തത് ഞങ്ങളുടെ അടുത്തൊരു ലീലാമ്മയും ഭർത്താവും ഉണ്ടാകും. മഴക്ക എടീ മിണ്ടരുതെന്നല്ലേ പറഞ്ഞു, മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞേ, നിന്നോടാ പറഞ്ഞ മിണ്ടരുന്നത്, മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞേ. അതിന് അയാൾ അടിക്കുക. ഇവർക്കത് പറയേണ്ട കാര്യമുണ്ടോ? നിന്നോടാ ലീലാമ്മയെ മിണ്ടരുതെന്ന്, മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞേ, നിന്നോടാ പറഞ്ഞ മിണ്ടുന്നില്ലെന്നല്ലേ ഞാൻ പിന്നെ ഈ ചിലതിനെ തല്ലുകൊള്ളേണ്ട നേരം വരുമ്പോൾ നീ മൗനമായിട്ടിരുന്നു. ചിലപ്പോൾ പറയുമായിരിക്കും പേടിച്ചു പോയി, തോറ്റു, അയ്യോ ഇപ്പൊ പഴയതുപോലെ മിണ്ടാട്ടോ ഒന്നും
ഇല്ല, അങ്ങനെ ഇരിക്കട്ടെ. ന്യായമായി വിധിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പറയാ പാസ്റ്റർക്ക് മിണ്ടരുതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അനുഭവിക്കുന്ന തീ ഞാൻ ഉമിത്തിക്കകത്താ തീപ്പട്ടിക്കൊള്ളി പിടിച്ചോണ്ട് നടക്കുകയല്ലേ, പിന്നെ ഉമിത്തി. ചില സ്ത്രീകൾ പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ പാസ്റ്ററെ എന്നെപ്പോലെ കഷ്ടം അനുഭവിച്ച സ്ത്രീ ഊളത്തരമൊക്കെ പറയാതെ. ഈ വാർഡിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല, പിന്നെ ആ ലോകത്തിൽ നമുക്ക് തോന്നും നമ്മുടെ വിഷയമായ ഏറ്റവും വലുതെന്നല്ല. നമ്മേക്കാൾ തീച്ചൂളക്കകത്തൂടെ പോകുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നമ്മെ നടത്തുന്നത്. ഈ അഹങ്കാരികളും തന്നിഷ്ടക്കാരും പിടിവാശിക്കാരും പിന്നെന്തുവാ ഈ ഹുങ്കുള്ളവരും പത്രാസുള്ളവരൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. നിങ്ങൾ ഇപ്പം ഒക്കത്തില്ലെങ്കിലും മെഡിക്കൽ കോളേജിൻ്റെ 7-6 വാർഡിൽ നിന്ന് കയറി ഇറങ്ങുന്ന നല്ലതാണ്. ഇത് മധുരവലായി മാത്രം ട്രാക്ക് കൊടുക്കാതെ. വണ്ടിക്കൂലി ഞാൻ തരാം. മെഡിക്കൽ കോളേജിൽ പോകണം. അനങ്ങാൻ മേലാതെ കിടക്കുന്നവർ, ഉമിനീരിറക്കാൻ മേലാതെ കിടക്കുന്നവർ, ഒരു സ്പൂണ് കഞ്ഞി കൈകൊണ്ട് കോരി കുടിക്കാൻ പറ്റാത്തവർ, കാല് മുറിച്ചവര്, കൈ മുറിച്ചവര്, അറ്റാക്ക് വന്നവര്, കിഡ്നി സംബന്ധമായിട്ട് നീര് വെച്ച് വീർത്ത് കിടക്കുന്നവർ. എനിക്ക് അറിവുള്ള ചില കാര്യങ്ങളാണ്, എന്തെല്ലാം രോഗങ്ങളാണ്. എഴുന്നേറ്റ് കട്ടിലേൽ ഇരിക്കാൻ പറ്റുന്നില്ല, ദീർഘനാളുകളായിട്ട് കിടക്കുന്നവരുണ്ട്, ദിനചര്യകൾ ചെയ്യാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മളെ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നടത്തുന്നത്. ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കും. നമുക്ക് ഒന്നേ ബസ് കയറിയോ ഓട്ടോ പിടിച്ചോ നടന്നോ അല്ലെ ആരുടെയും കൂടെയോ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കാൻ കൃപ ദൈവം തരുന്നില്ലേ? 2 കാല് കൂട്ടി നടന്നിവിടെ വരാൻ കൃപ ദൈവം തരുന്നില്ലേ? ശ്വാസം വിടാൻ ദൈവം ഭാഗ്യം തരുന്നില്ലേ? വലിയ ശബ്ദമൊന്നുമില്ലെങ്കിൽ 2 കൈയെടുത്ത് അടിക്കാൻ ദൈവം കൃപ തരുന്നില്ലേ? അതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. സ്തോത്രം. എന്ത് അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ നടത്തുന്നത്. മാർച്ചിന് ആ കോവിഡ് കേരളത്തിൽ രൂക്ഷമായി വരുന്നത്. ഇറ്റലിക്കാർ വന്ന് അതിനു മുമ്പ് 19 അവിടെ തുടങ്ങിയത് ചൈനയിൽ. ഇപ്പം 21 കയറി. 1 മാസം കൂടെ കഴിയുമ്പോൾ മാർച്ചാണ്. അപ്പോൾ 1 വർഷമാകും കോവിഡ് ഇവിടെ. ഇതുവരെ ദൈവം തന്നെ സൂക്ഷിക്കും. അതുപോലെ നമുക്ക് പരിചിതരായവരും വേണ്ടപ്പെട്ട എത്രയോ പേര് മാർച്ചിലും ഏപ്രിലും എല്ലാം കടന്നുപോയി. നമ്മൾ അവരുടെ ആ ശവസംസ്കാരത്തിൽ പങ്കുകൊണ്ടവരാ. ദൈവം ഇതുവരെ നിന്നെ സൂക്ഷിച്ചു. ഇതൊന്നും ചിന്തിക്കുകയില്ല. അങ്ങ് പൗലോസ് പറഞ്ഞൊരു പദം ഞാൻ അവിടോട്ട് കൊടുത്തേച്ച് അവിടെ നിന്ന് പോരാ. വേറൊരു വിഷയത്തിൽ ആ പൗലോസ് പറഞ്ഞെങ്കിലും എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടമാണ്. അത് ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്ന് വെക്കുക. ആ പദം എടുത്ത് ഞെളിയാതെ ഭയപ്പെട്ടോണം. സ്തോത്രം. ഡംപാടുവാണീടും ധനാഢ്യ സാധുക്കളായോരും
മർത്യ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോക എല്ലാരും ഒരുപോലെ ലോകേ ഇല്ലാതെ വെടിഞ്ഞിടും നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ നീ അതു മറക്കാതെ. അപ്പൊ ഇതുവരെയും ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. ഈ കോവിഡ് തുടങ്ങിക്കഴിഞ്ഞ് പട്ടിണി കിടന്നവരാരേലും കൊണ്ട് ഒന്ന് കൈ പൊക്കിക്കോ. പുറകോട്ടാരും നോക്കണ്ട, കാരണം പുറകോട്ട് നോക്കി പിന്നെ എന്തിട്ടോ ഒന്നും എടുക്കണ്ട. ആരുമില്ല. പോരെ. ഈ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഗ്ലോറി വിറ്റരെന്നും പറഞ്ഞ് അലറുന്നതിൽ നല്ലത് ലഭിച്ചതിനെല്ലാം നന്ദി അർപ്പിക്കുക. ഇത് ചില പ്രാർത്ഥന കർത്താവെ തന്നെല്ലാം നിന്നെ വിടത്തിൽ പ്രവർത്തിച്ചാട്ടെ. പുള്ളി പേടിച്ചിരിക്കുക. ആ കൈ എടുപ്പൊക്കെ കാണുമ്പം പുള്ളി ദൂതനോട് പറയും, ഗബ്രിയേൽ അങ്ങോട്ട് പോരുത്, തള്ള ഇളകി നിൽക്കുക അങ്ങോട്ടൊന്ന്. കിട്ടാത്തതിന് പഴി പറഞ്ഞ് പിറുപിറുത്ത് മോഹമല്ലാതാക്കി ഇരിക്കരുത്. കിട്ടിയതല്ല ആദ്യം നന്ദി അർപ്പിക്കുക. വാടകയ്ക്കാന്നേലും വാടക കൊടുക്കണ്ടേലും അല്ലെ ചെറുതാന്നേലും വലുതാന്നേലും കിടപ്പാടം ദൈവം തന്നില്ലേ? ഈ കോവിഡ് തുടങ്ങിയിട്ട് വഴി കിടന്നവരാരിലും കൊണ്ട് എഴുന്നേറ്റ് വസ്ത്രം തന്നില്ലേ? ഭക്ഷണം തന്നില്ലേ? ശ്വാസം തന്നില്ലേ? അതുപോലെ കിടപ്പാടം ദൈവം തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? അതെ, മുള കുടച്ചതും ചൂട് ചോറും ആയിരിക്കും നമ്മുടെ സാഹചര്യം. അത് മുൻപിൽ കൊണ്ട് മരുമകളോ മോളോ ഒക്കെ വെച്ച പല തന്നെയാണ് ഇവിടുത്തെ ആക്കമുണ്ടൻ. അത് കഴിക്കാൻ ആരോഗ്യവും അവസരവും തരുന്നില്ലേ? ഞാനിങ്ങനെയൊക്കെയാ കൂടുതലും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത്. ഇത് യോഗത്തിന് വന്ന ആ മോന്ത് ഇരിപ്പും എല്ലാം കാണുമ്പോൾ നീ ആയിസ് രക്ഷപ്പെടുകയല്ല. ചുമ്മാ ഞങ്ങളുടെ നാട്ടിലെ ഈ ചാല് പറ്റുമ്പം ഇപ്പോഴെ വലയും മറ്റു കാര്യം പള്ളത്തിയെ പിടിച്ച് കൊട്ടപ്പാളക്കകത്തിടും. അത് ഇങ്ങനെ കിടക്കിടാന്ന് കിടന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കും. അയ്യോ, ഈയിടെ ഞങ്ങളുടെ ഒക്കെ ഒരു കൂട്ടുവേലക്കാരനാ കാവാലത്തെ ഞങ്ങളുടെ പാസ്റ്ററുടെ മകള് കോവിഡായിട്ട് കുഞ്ഞ് കടന്നുപോയി. അവർ ദുഃഖത്തില. പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു, നമ്മളിവിടെ പ്രാർത്ഥിച്ചത് എന്തായാലും ഞാൻ പറയാം. നമുക്കും ദൈവം തലമുറയെ തന്നില്ലായിരുന്നു. പിള്ളേരില്ലാഞ്ഞിട്ടാണോ? കോവിഡ് തിരുവല്ലയിലെങ്ങും ഇല്ലായിട്ടായിരുന്നു. പണ്ട് രണ്ടുപേര് മലയ്ക്ക് പോയി, ഒരുത്തനെ കടുവ പിടിച്ചു, മറ്റവൻ ഇനി വന്നു. 16 അടിയന്തരത്തിന് ഈ രക്ഷപ്പെട്ടവൻ്റെ കൊച്ചുങ്ങളോട് അവിടെ അടിയന്തരത്തിന് ചെന്നു. അപ്പം അവിടെ അടിയന്തരം കഴിഞ്ഞപ്പം ഊണുണ്ട് എല്ലാവർക്കും, സാമ്പാറും രസവും നല്ല മുഴുത്ത ഗുരുവായൂർ പപ്പടം. അപ്പം ഇവിടുത്തെ ചെറുക്കൻ അവിടെ ചെന്ന് കഴിച്ചേച്ച് ഇവിടെ വന്ന് പറഞ്ഞു, എൻ്റെ അമ്മേ എന്തോ മുഴുത്ത പപ്പടമായിരുന്നു. ഉടനെ തള്ള, ഡാ മലയ്ക്ക് പോകാഞ്ഞിട്ടാണ്, കാട്ടി കടുവായില്ലായിട്ടാണ് ആണ്ട വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അതുപോലെ പോയിരുന്നെങ്കിൽ നമുക്ക് മുഴുത്ത പപ്പടം കൂട്ടി കോവിഡ് ഇല്ലാഞ്ഞിട്ടാണോ? നിനക്ക് തലമുറ ഇല്ലാഞ്ഞിട്ടാണോ?
രോഗം വരാൻ സാധ്യതയില്ലാഞ്ഞിട്ടാണോ? ആദ്യം ദൈവത്തിന് നന്ദി അർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ തന്നില്ലേ എന്ന് പറഞ്ഞ് വേഴാമ്പലിരിക്കും പോലെ ലഭിച്ചതിനൊക്കെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോര വൈരിയിൽ ബലമവൻ തകർത്തല്ലോ, തന്നെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്ന് ആശ്രയം, ഹല്ലേലൂയ. കൃപയൊന്ന് ആനന്ദമാ, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാലും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാലും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. എന്റെ പ്രിയരെ, ഞാൻ നിങ്ങളെ ഒരാളെ ഉന്നം വെച്ചല്ല, എനിക്കൂടുള്ള ദൂത. ലഭിച്ചതിനൊക്കെ നന്ദി അർപ്പിക്കുക. ആദ്യം ഈ വേദപുസ്തകം പഠിക്കുമ്പം ഈ പിറുപിറുപ്പ് ഏറ്റവും വലിയ പാപമാണ്. അതെ, പിറുപിറുത്തത് കൊണ്ടാണ് ഇവരെ സംഹാരിക്കാൻ കൂടുതലും സ്ത്രീകളായി പിറുപിറുക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ വരുന്നു, രാവിലെ ആ വാദപ്പടിയിലോട്ട് തലയും ചെയ്യുകയല്ല, വഴിയെ പോകുന്നവരും കണ്ട് ഈ എരണം കെട്ടത്. രാവിലെ എഴുന്നേറ്റാണ് തലയെല്ലാം ഒന്ന് ചീകി മുഖം കഴുകി കുളിക്കുന്നതാണ് നല്ലത്. ഇല്ല, പള്ളി പോയാൽ പോലും കുളിക്കുകയല്ലോ. പിന്നെ മേടിച്ചു വെച്ചതുണ്ട്, അത് 4 കുപ്പി തീർന്ന് 2 മാസം കൊണ്ട്. ഞാൻ തമാശ ഒന്നുമല്ല, ഇരുതങ്ങ് പിറുപിറുപ്പ. എനിക്ക് നല്ല ആലോചന ഒത്തിരി. ലണ്ടൻകാരൻ വരെ, നിനക്ക് ലണ്ടൻകാരൻ വന്നെന്നോ? ലണ്ടൻകാരനല്ല, മണ്ടൻകാരനായിരിക്കും. ആ ഒരു പാസ്റ്ററായി ഈ കൊലച്ചതി എന്നോട്. അയാളെ എന്നേലും ഞാൻ കാണും. സ്തോത്രം. പണ്ടേ പേര് പറയുന്നത് മോശമായി എന്നിരുന്നാലും പറയാൻ നോക്കത്തില്ല. കർത്താവിൽ മൺമറഞ്ഞ ശ്രേഷ്ഠനായൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു, മാങ്ങാനം ജോസഫ് ഉപദേശി. ആ തള്ള മെനകാടായിരുന്നെന്നാ പഴയ ആൾക്കാരും അടുത്തറിയാവുന്നവരും എല്ലാവരും പറഞ്ഞത്. ഒരിക്കൽ ഞാൻ തള്ള കണ്ടതാ, ഒന്നേ കണ്ടോളൂ മതി. അപ്പം അദ്ദേഹം പറയുമായിരുന്നു, ഇദ്ദേഹം ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഈ തള്ള ഉടുപ്പയിലെല്ലാം ചെളി വാരിത്തേക്ക് വന്നു. പുള്ളി ഒന്നും മിണ്ടുകയാണ്. അതിന് പുള്ളി പറയാന്ന് വെച്ചാൽ പുള്ളിയുടെ ഡയലോഗാണ്, മാങ്ങാനം ജോസഫ് എന്ന തുണി നന്നായിട്ട് വെളുക്കണമെങ്കിൽ ഈ തള്ളയാകുന്ന കല്ലെ കൊണ്ട് അടിക്കണം. അടിച്ചാലേ ഇത്. അതിന് ദൈവം ഇട്ട കല്ല. പുള്ളി സമയത്ത് അങ്ങ് പോയി. കല്ലാണ്ട് ഈയിടെ എങ്ങാണ്ട് ആ പരുവക്കേടായി. നീ മൗനമായിട്ടിരിക്കും. ലഭിച്ചതിനെല്ലാം നന്ദി അർപ്പിക്കുക. ദൈവത്തോട് വിശ്വസ്തരായിട്ട് നിൽക്കുക. നിനക്കൊരു ദോഷവും വരികയില്ല. നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. നീ പോകുന്നിടത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. 8-ാം വാക്യം ഒന്നുകൂടെ വായിരേ, 3-ന്റെ. തീർച്ചയ്ക്ക് എല്ലാവരും, ഒരാടെ കാര്യമല്ല, എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. 5 കാര്യം അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഈ പത്രോസിന്റെ 1-2 ലേഖനം നാം ധ്യാനിച്ച് പഠിക്കുമ്പം ദൈവദാസന്മാരത് സൂചിപ്പിച്ചു.
ഒന്നാമത്തെ ലേഖനം എഴുതാനുള്ളതിന്റെ കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ആദിമസഭ പീഡയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. ആദിമസഭ ശക്തമായ പീഡ ആദിമസഭയ്ക്കുണ്ടായി. ഭക്തന്മാരാകുന്ന ദൈവഭൃത്യന്മാരെയും ദൈവകുഞ്ഞുങ്ങളെയും അഗ്നിക്കരയാക്കി കൊടുക്കുന്നു. പീഡ ആരംഭിച്ചത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന മുടന്തൻ സൗഖ്യമായ അന്ന് മുതല പ്രാരംഭ നടപടി. പിന്നെ അത് രൂക്ഷമായി. അങ്ങനെ പിന്നെ പ്രശ്നമായി. പലരും ചെതറിപ്പോയവർ പാത്തിരിക്കുകയല്ല, ചെന്നിടത്തെല്ലാം വചനം പറഞ്ഞു, സ്തോത്രം, സുവിശേഷം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. പുള്ളി കല്ലേറ് മേടിക്കുമ്പോഴെല്ലാം സ്വർഗത്തേക്കാണ് നോക്കിയത്. അവന്റെ മുഖം ദൈവദൂതന്റെ മരണസമയത്ത് സ്വർഗം വരെ തുറന്നു. പുത്രൻ എഴുന്നേറ്റു. നമ്മൾ മരിക്കുമ്പോ ആരാന്നോ മിക്കവാറും ഇരിപ്പ് നോട്ടം കണ്ടിട്ട് മറ്റേ പുള്ളി വരാനാ? ആരാ? മറ്റേ പുള്ളി മിക്കവാറും വരാനാ? മേരിക്കുട്ടി കഴിഞ്ഞതാ ഞാൻ കൊണ്ടുപോയ എൻ്റെ സ്തോത്രം. മനസ്സിലായോ? സ്വർഗം തുറന്നു. എന്തോ നല്ല മരണമാണ്. മരിക്കുന്ന സമയത്ത് പ്രാഗിയ ചല്ല പോയത്. അയ്യോമേ ഈ പാപ ഇവരുടമേ യോ കണക്കെടുത്ത് നിർത്തരുത്. എന്ത് നല്ല മരണമാണ്. സ്തോത്രം. അങ്ങനെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. കല്ലെറിയാൻ പോയ ആൾക്കാരുടെ വസ്ത്രമെല്ലാം ശൗല് എന്ന് പറയുന്ന ആളാ സൂക്ഷിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രം ശൗല് സൂക്ഷിച്ചു. 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവനെ കൊന്നത് ശൗലിന് സമ്മതമായി. എന്നിട്ട് ശൗല് വീട് തോറും കയറി സ്ത്രീകളെയും കുട്ടികളെയെല്ലാം, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? ആ ആ സഭയെ മുടിക്കുക. ഇങ്ങനെ ആദിമസഭയ്ക്ക് ശക്തമായ പീഡ. നിങ്ങൾ ആ ഭാഗമൊക്കെ പഠിക്കുമ്പോഴാണ്. എന്തിനേറെ പത്രോസി ലേഖനം എഴുതുന്ന കാലയളവൊക്കെ ആയപ്പോൾ ആദിമസഭയ്ക്ക് ശക്തമായ പീഡ. ക്രിസ്ത്യാനികൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ മേല, ഒന്നിച്ച് കൂട്ടം കൂടാൻ മേല, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സമ്മേളിക്കാൻ ഒക്കത്തില്ല. രഹസ്യമായി ഇവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. റോമൻ ഗവൺമെന്റ് അതുപോലെ ശക്തമായ പീഡ അടിച്ചുവിട്ടു. റോമൻ ഭരണാധികാരി മാത്രമല്ല, വന്യമൃഗങ്ങൾക്ക് ഭക്തന്മാരെ ഇരയാക്കി. ദീർഘദിവസങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിട്ടേച്ച് ക്രിസ്ത്യാനികളെ പിടിച്ച് മൃഗത്തിനിട്ട് കൊടുക്കും. യേശുവിനെ തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടുത്തും, തള്ളി പറഞ്ഞില്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് ഓടി വന്ന് ഒരു കമ്മ തീർന്നു. അഗ്നിക്കിരയാക്കുക ഭക്തന്മാരെ. നെറുക തുറന്നിട്ട് വെടിമരുന്ന് നിറച്ച് തീ കൊടുക്കുക. നടന്ന കാര്യമായി പറയാൻ വിശ്വാസത്തിന് വേണ്ടി ആമേൻ ദൈവകുഞ്ഞുങ്ങൾ നിലനിന്നു. അവരാരും യേശുവിനെ തള്ളി പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ അമ്മയുടെ മുന്നിലിട്ട് ആ മക്കളെ കത്തിക്കുന്നത്. ഒരമ്മ മകനോട് പറഞ്ഞു, യേശുവിനെ തള്ളി പറയരുത്, കത്താൻ ഏൽപ്പിച്ചോ, അമ്മയും അപ്പനും പുറകെ വരുന്നുണ്ടെന്ന്. നിങ്ങൾ വല്ല തന്നെ പറയാൻ തള്ളി പറഞ്ഞു വെച്ച് നീ രക്ഷപ്പെട്ടോടാ, ഞാൻ എങ്ങനെയും സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്തു. ചങ്ങല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസ പീഡനങ്ങൾ. ചങ്ങല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസ പീഡനങ്ങൾ. തിങ്ങുമുപദ്രവം കഷ്ടത കിലോ തിങ്ങുമുപദ്രവം കിലോ ഭംഗമില്ലാതെ സമരം നടത്തുന്ന ഭംഗമില്ലാതെ സമരം നടത്തുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം ഇത്ര ഭദ്ര